എല്ലാവർക്കും ക്രേസി ഷെഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിജു മാത്യൂസ്. എല്ലാവരും സുരക്ഷിതരായും സന്തോഷത്തോടെ ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ നാടൻ രീതിയിൽ വറുത്തരച്ച കൂട്ടുകറി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ നമുക്ക് കാണാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം. ഒരു കപ്പ് കടല ഓവർനൈറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചത് ഇരിപ്പുണ്ട്. നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. ചേന ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് തേങ്ങ, കുറച്ച് ചെറിയ ഉള്ളി, ആവശ്യത്തിന് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് തേങ്ങ കൊത്ത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് കടുക്, 1/2 ടീസ്പൂൺ ജീരകം, സാധാരണ ജീരകം, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 3 പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ 2-3 വറ്റൽമുളക്, 1 ടീസ്പൂൺ ശർക്കരയുടെ പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 കപ്പ് വെള്ളം, വെളിച്ചെണ്ണ. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വറുത്തരച്ച നാടൻ രീതിയിലുള്ള കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് വറുത്തരച്ച നാടൻ കൂട്ടുകറി തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ കാണാം. പച്ചക്കറികൾ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ കടല വെച്ചിട്ടുണ്ട്. ഇതിനാവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കിതൊരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കടല ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികൾ കായയും ചേനയും ചേർത്ത് വീണ്ടും വേവിച്ചെടുക്കണം. പാത്രം ചൂടായി. ഇതിലേക്ക് നമുക്ക് വറുക്കാനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കണം. തേങ്ങ വറക്കുന്ന കൂട്ടത്തിൽ ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, ജീരകം ഇത്രയും ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. തേങ്ങ ശരിക്കും അടി പിടിക്കാൻ തുടങ്ങി. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുത്തിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ അരച്ചെടുക്കണം. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിന്റെ ചൂട് മാറി കഴിയുമ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. ഫൈൻ പേസ്റ്റ് ആയിട്ടല്ല അരക്കേണ്ടത്. ചെറുതായിട്ടൊരു പൾസ് ചെയ്ത് അരച്ചെടുത്താൽ മതി. തേങ്ങ അങ്ങനെ തന്നെ നമുക്ക് കറിയിൽ കടിക്കുകയും കൂടെ വേണം. അപ്പൊ അതനുസരിച്ച് നമ്മൾ അരച്ചെടുത്താൽ മതി. അപ്പൊ ഞാനിത് തേങ്ങ അരച്ചിട്ട് വേഗം വരാം. തേങ്ങ അരച്ചു വന്നു. ഈ ഒരു പരുവത്തിലാണ് ഞാൻ വറുത്ത് വെച്ച തേങ്ങ അരച്ചത്. കടല ഒരു വിസിൽ വരെ നമ്മൾ വേവിച്ചെടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികൾ ചേർത്ത് വേവിക്കാം. ഇതിലേക്ക് നമുക്ക് നേന്ത്രക്കായ ചേർത്ത് കൊടുക്കാം. ചേന, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കറിവേപ്പില, ഉപ്പ്, ഇതെല്ലാം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് കുക്കർ മൂടി വെച്ച് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കാം. നമുക്ക് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ചേനയും കായയും എല്ലാം ഇട്ട് നമ്മൾ ആ കടലയെല്ലാം ശരിക്കും വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു വിസിൽ വന്നു. നമുക്ക് അതിന്റെ പ്രഷർ പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. പാത്രത്തിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി. തേങ്ങാക്കൊത്ത്, ഇത് നമുക്ക് തേങ്ങാക്കൊത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടി ഇതിലേക്ക് പച്ചമുളക്, വറ്റൽമുളക്, വേവിച്ച് വെച്ചേക്കുന്ന ചേന, കായ ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. കായയും ചേനയൊക്കെ നന്നായിട്ട് വെന്തതാണ്. വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വറുത്തരപ്പും പച്ചക്കറികളും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുരുമുളക് പൊടി, പൊടിച്ചു വെച്ചിരിക്കുന്ന ജീരകം, കറിവേപ്പില, ശർക്കര, പൊടിച്ചു വെച്ചിരിക്കുന്ന ശർക്കര എല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ വറുത്തരച്ച നാടൻ കൂട്ടുകറി റെഡിയാണ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. സദ്യ സ്പെഷ്യൽ നാടൻ വറുത്തരച്ച കൂട്ടുകറി ഇവിടെ റെഡിയാണ്. വളരെ എളുപ്പത്തിൽ നമ്മൾ നാടൻ രീതിയിൽ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡിയാക്കി എടുത്തു. നിങ്ങളും ഇത് വീടുകളിൽ ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതെല്ലാം കമന്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും നന്ദി.